ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റീസെൻ്റ് ആയിട്ട് UAE അക്കൗണ്ട്സ് ഇൻ്റർവ്യൂവിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമ്മുടെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു സമ്മറി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ആയിരുന്നു. റിട്ടേൺ ടെസ്റ്റിൽ 25+ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 3 കാറ്റഗറി ആയിട്ടായിരുന്നു. ഒന്ന് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് റിലേറ്റഡ്, രണ്ടാമത്തെ പറഞ്ഞാൽ വാറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തേത് കോർപ്പറേറ്റ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോർപ്പറേറ്റ് ടാക്സ് റീസെൻ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൽ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെ ത്രഷ് ഹോൾഡ് എന്താണ്, എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വാറ്റ് റിലേറ്റഡ് ഒരു 10 ക്വസ്റ്റ്യനോളം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അതിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അതായത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ വാറ്റ് എന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതുപോലെ വാറ്റ് രജിസ്ട്രേഷൻ ത്രഷ് ഹോൾഡ്, വോളണ്ടറി രജിസ്ട്രേഷൻ ത്രഷ് ഹോൾഡ്, കമ്പൽസറി രജിസ്ട്രേഷൻ എപ്പോഴാണ്, അതുപോലെ തന്നെ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, പെനാൽറ്റീസ്, ലേറ്റ് പേയ്മെൻറ്റ്, ലേറ്റ് രജിസ്ട്രേഷൻ പെനാൽറ്റീസിനെ പറ്റി, അതുപോലെ തന്നെ എന്താണ് ഡെസിഗ്നേറ്റഡ് സോണുകൾ, ഇനി വാറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്, എന്താണ് സീറോ റേറ്റഡ്, എന്താണ് എക്സംപ്റ്റ്, അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വാറ്റ് റിലേറ്റഡ് ഉണ്ടായിരുന്നത്. അതിന് പ്രത്യേകിച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വാറ്റ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ട്സ് റിലേറ്റഡിൽ അവർ ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സിനാരിയോ വന്നിട്ട് ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്, അത് എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ്, അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇയർ എൻഡ് ക്ലോസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ ബാങ്ക് റീകൺസിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ അക്രൂഡ് എക്സ്പെൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, ഇയർ എൻഡിൽ അക്രൂഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ ഇക്വേഷൻ, അതുപോലെ റിട്ടേൺ ഏർണിങ്സ് എന്താണ്, റിട്ടേൺ ഏർണിങ്സ് എങ്ങനെയാണ് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇയർ എൻഡിൽ നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ എൻട്രി പാസ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണുള്ളത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത, ഇങ്ങനെയുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം റിട്ടേൺ ടെസ്റ്റിൽ വരുന്നതാണ്. ഒരു 1 or 2 വേർഡ്സിൽ നമുക്കൊരു സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി ബാക്കി ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.